പാഴ്സൽ നൽകാത്തതിന് പായസക്കട വാഹനം കൊണ്ട് ഇടിച്ചു തകർത്തു. തലനാരിഴയ്ക്കാണ് ജീവനക്കാരൻ രക്ഷപ്പെട്ടത്. പോത്തൻകോട് ഫാർമേഴ്സ് ബാങ്കിന് സമീപത്ത് റോഡ് വശത്ത് പായസക്കച്ചവടം നടത്തിവന്ന കിയോസ്കിലേക്കാണ് കാർ ഇടിച്ചു കയറ്റിയത്. പാഴ്സൽ ചോദിച്ചപ്പോൾ തീർന്നുപോയി എന്ന് പറഞ്ഞതിനാണ് അമിത വേഗത്തിൽ വാഹനം പുറകോട്ടെടുത്ത ശേഷം കിയോസ്ക് ഇടിച്ചു തെറിപ്പിച്ചത്. തുടർന്ന് കാർ നിർത്താതെ പോയി. കിയോസ്കിലുണ്ടായിരുന്ന യാസിൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പായസം ചോദിച്ചു. ഞാൻ പറഞ്ഞു പായസം തീർന്ന് കൊണ്ടുവന്നാലേ ഉള്ളൂ, വിളിച്ചിട്ടുണ്ട്, ഇപ്പൊ കൊണ്ടുവരുമെന്ന് പറഞ്ഞു. പറഞ്ഞിട്ടിരിക്കുമ്പോൾ ഞാൻ സംസാരിച്ചെന്തോ ശരിയല്ല, അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് എന്നെ കുറെ തെറി വിളിച്ചു. എന്നിട്ട് കൂടെയുള്ള ഒരാളെ വിളിച്ചുകൊണ്ട് കാറിൽ കയറ്റിയപ്പോഴത്തെ എന്റെ ഉമ്മ വന്ന് പോയി സംസാരിച്ച് വരും. ചോദിച്ചപ്പോൾ എന്റെ ഉമ്മയും എന്നെയും കുറെ തെറി പറഞ്ഞു. ഇങ്ങനെ റിവേഴ്സ് എടുത്ത് ഇടിച്ചു കയറ്റിക്കൊണ്ടുപോയി. അങ്ങനെ വണ്ടി തട്ടി ഞാൻ ജസ്റ്റ് മാറിയതാണ്. വൈകിട്ട് 4:30 കൂടിയാണ് അപകടം. വാഹനത്തിന്റെ നമ്പർ പരിശോധിച്ച ശേഷം മൊബൈൽ നമ്പർ ശേഖരിച്ച് പോത്തൻകോട് പോലീസ് വാഹന ഉടമയെ ഫോൺ വിളിച്ചു. താൻ യൂത്ത് കോൺഗ്രസ് നേതാവാണെന്നും പോലീസ് സ്റ്റേഷനിൽ വരാൻ സൗകര്യമില്ലെന്നും നിങ്ങൾ കേസെടുക്കൂ എന്നുമായിരുന്നു പ്രതികരണം. പോത്തൻകോട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. വെഞ്ഞാറുമൂട് നെല്ലനാട് സ്വദേശി രാഹുലിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് വാഹനം. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.